രമേശേ, അപ്പൊ സിറ്റുവേഷൻ കുറച്ച് മോശമാ. പറഞ്ഞു ഉണ്ണിത്താൻ പറഞ്ഞത് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. കാര്യം ഇവിടെ പറഞ്ഞ ഈ ഗുണ്ടകൾക്കൊക്കെ ഒരു പ്രത്യേക മാനസികാവസ്ഥയുണ്ട്. അവരത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മാറത്തില്ലെന്നൊക്കെ പറഞ്ഞു. അതൊരു ശരിയായ കാര്യം തന്നെയാണ്. സാറ് പറഞ്ഞാൽ ഗുണ്ടകളില്ലാതെ ഈ രാജ്യം മുന്നോട്ട് പോകത്തില്ല, ഗുണ്ടകൾ എല്ലാത്തിനും വേണമെന്ന് പറയുന്നതൊക്കെ തെറ്റായ കാര്യമാണ്. അത് ഗുണ്ടകളെ വിശ്വസിക്കുന്നില്ല. അത് ഗുണ്ടകളെ വളർത്താൻ പോലീസ് തന്നെ സഹായം ചെയ്ത് കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഒരു ഗുണ്ടയെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പോലീസ് തന്നെയാണ്. പിന്നെ അത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ VB ഉണ്ണിത്താന്റെ വധശ്രമ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന റഷീദിനെ IPS പട്ടം കൊടുത്തു വിട്ടതും രാഷ്ട്രീയക്കാരും പോലീസുകാരോടെ ചേർന്നെടുത്ത റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊല്ലത്ത് നടന്നൊരു സംഭവം, രാജരാജേശ്വരി ഗുണ്ടാ സംഘം എന്നും പറഞ്ഞ് ഒരു ഗുണ്ടാ സംഘം അങ്ങ് ഫോം ചെയ്തു. അത് പോലീസിന്റെയും ഒരു മാധ്യമത്തിന്റെയും കൂടെ തിരക്കഥ മാത്രമായിരുന്നു. ആ കഥ എന്ന് പറയുന്നത് ഈ ഒറിജിനൽ ഫയർ ചെയ്ത ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് ഒരു ഗുണ്ട ഒരു തോക്കെടുത്ത് വെച്ച് ഫയർ ചെയ്യുന്നു. ആ കേസ് അവിടെ ഒരു ജിമ്മ് നടത്തുന്ന എനിക്ക് തോന്നുന്ന പയ്യന്റെ പേര് ഷെറിൻ എന്നാണ്. ആ ഷെറിന് ഈ വീഡിയോ ദൃശ്യം കൈ കിട്ടുന്നു. ഷെറിൻ എന്ത് ചെയ്തു, ഈ വീഡിയോ ദൃശ്യം ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ തോമസ് എന്ന് പറയുന്ന പുള്ളിക്കാരന് കൊടുക്കുന്നു. തോമസ് ഇതെന്തോ ചെയ്തു, നേരിട്ട് ഈ ഗുണ്ടയിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ ഫയർ ചെയ്ത ഗുണ്ടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ വിഷയം സത്യസന്ധമായി അന്വേഷിച്ച ഡാർവിൻ എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ഇദ്ദേഹം ഡാർവിൻ എന്ത് ചെയ്തു, അത് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ DYSP ആയിട്ടുള്ള അന്നത്തെ പ്രദീപാണെന്ന് തോന്നുന്നു, പ്രദീപിനെ ഇത് കാണിക്കുന്നു. അപ്പൊ പറഞ്ഞു, നിനക്കിത് ഒറിജിനൽ തോക്കാന്നുള്ള ധാരണ നിനക്കില്ലല്ലോ, ഈ അന്വേഷണം നിർത്തിയിട്ട് പൊക്കോളാൻ പറഞ്ഞു. ആ ഡാർവിനെ 4-5 തവണ പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്ഥലം മാറ്റി കളിച്ചു. അതിനുശേഷം ആ സംഭവം, ഈ തോക്ക് ഫയർ ചെയ്ത സംഭവം ഡാർവിൻ വീണ്ടും അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഷെരീഫിനെ കാണിക്കുന്നു. ഷെരീഫ് കൊട്ടാരക്കര DYSP ആണ്. ഷെരീഫ് എന്ത് ചെയ്തു, ഇതിനകത്ത് കാര്യം കണ്ടെന്ന് അന്വേഷിക്കാനില്ല, നീ നിന്റെ പണി നോക്കാൻ പറഞ്ഞു. അതിനുശേഷം ഈ സംഭവങ്ങളെല്ലാം കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വീഡിയോ കണ്ട, അല്ലെങ്കിൽ ഇത് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുത്ത ഷെറിനെ എന്ത് ചെയ്തവര് ഈ രാജരാജേശ്വരി ഗുണ്ടാ സംഘം എന്ന് പറഞ്ഞൊരു കേസിനകത്ത് അങ്ങ് പെടുത്തുവാണ്. ഒറ്റ രാത്രി കൊണ്ട് FIR തയ്യാറാക്കിയിട്ട് ഈ 6 പേരെയും പിടിച്ച് പോലീസ് സ്റ്റേഷൻ നിർത്തി. അവരുടെ കൈവശം വരുന്ന വെറും 120 രൂപയുടെ കളിത്തോക്കാം. 120 രൂപയുടെ കളിത്തോക്കിനെ ഇവരെന്ത് ചെയ്തു, വലിയ വെപ്പണാക്കി മാറ്റി കേരള പോലീസ്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ DGPക്ക് പരാതി കൊടുത്തു. DGPക്ക് പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കാൻ ഏൽപ്പിച്ചതാരാ, നിലവിലുള്ള കമ്മീഷണർ തന്നെയാണ്. ഇവരോട് ഇരിക്കുമ്പോഴാണ് ഈ കേസ് ഉണ്ടാക്കി വെച്ചത്. ആ കേസിനകത്ത് അവർ കൊടുത്ത അവസാനം സത്യസന്ധമായത് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ഈ സിറ്റീസ് പോലീസ് കമ്മീഷണർ എനിക്ക് വിശ്വാസമില്ല, നിങ്ങളിത് നല്ല ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ DCRBയിലേക്ക് വിടാമെന്ന് പറയുന്ന കേസ്. അങ്ങനെ DCRB തന്നെ വിളിക്കുന്നു. ഞാൻ അവിടെ ചെന്ന് മൊഴി കൊടുക്കുന്നു. അവിടെ 2 സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ, ഈ രാജരാജേശ്വരി ഗുണ്ടാ സംഘത്തിനകത്ത് ബന്ധപ്പെടുന്ന മണികണ്ഠൻ എന്ന് പറയുന്നത് എനിക്ക് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ്. ഞാൻ മണികണ്ഠനെ വിളിച്ചു ചോദിച്ചു, എന്താ മണികണ്ഠായി പ്രശ്നം? 6 ദിവസമായിട്ട് പോലീസ് സ്റ്റേഷൻ ഇറക്കമില്ല രമേശേ, ഒരു കാര്യമില്ല, ഞങ്ങളെ പിടിച്ച് നിർത്തിയേക്കുക. ഇതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങളെ രാവിലെ പിടിച്ചുകൊണ്ടും വൈകിട്ട് കൊണ്ടുവിടും. ഞാനപ്പോൾ എൻ്റെ കാര്യം അന്വേഷിക്കാൻ പോയതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒറിജിനൽ ഫയർ ചെയ്ത ഗണ്ണിനെ കുറിച്ച് ഞാൻ അറിയുന്നത്. ഇവരുടെ കയ്യിലിരിക്കുന്ന 120 തോക്ക്, 120 രൂപയുടെ തോക്ക് അവിടെ നിൽക്കട്ടെ, അതിനെ വെച്ച് FIR ഇടുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.